എന്തുകൊണ്ട് സായിയെ മികച്ച മൈൻഡ് ഗെയിമർ എന്ന് പറയുന്നു? സായിയുടെ ഗെയിം പ്ലാനിനെ കുറിച്ച് ഈ ചാനലിൽ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോഴും എന്തുകൊണ്ടോ പല പ്രേക്ഷകർക്കും സായിയുടെ ഗെയിം പ്ലാൻ മനസ്സിലാകുന്നില്ല. സായിയുടെ ഗെയിം പ്ലാനിൽ മറ്റു മത്സരാർത്ഥികൾ എങ്ങനെ വീഴുന്നു എന്നതിനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം അടുത്ത പവർ ടീമിനെ തിരഞ്ഞെടുക്കുന്നതിനായി വടംവലി മത്സരം നടന്നു. സായിയുടെ ടീമിൽ ജിൻഡോ, നോറ, നന്ദന, അഭിഷേക് എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ജിൻഡോ, നോറ, നന്ദന എന്നിവർ പവർ ടീമിനെ ശക്തരായി എതിർക്കുന്നവരാണ്. പവർ ടീമിനെ വീണ്ടും അധികാരത്തിലിരുത്തി അവരെ കൊണ്ട് മാക്സിമം പ്രേക്ഷകരെ വെറുപ്പിക്കാം എന്നതായിരുന്നു സായി പറഞ്ഞ പ്ലാൻ. അതേസമയം തന്നെ സായിക്ക് സ്വന്തമായ ഒരു പ്ലാൻ കൂടിയുണ്ട്. നിലവിലെ പവർ ടീം അംഗങ്ങൾ ശക്തരായ മത്സരാർത്ഥികളാണ്. പവർ ടീമിന് പുറത്തുള്ള വീക്കായവരെ നോമിനേഷനിൽ നിർത്തി പുറത്താക്കുകയും ചെയ്യാം. പക്ഷേ സായി പവർ ടീമിനെ പിന്തുണയ്ക്കാം എന്ന് പറയുമ്പോഴും അതിൽ നോറയും നന്ദനയും അഭിഷേകും സായിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും എതിർക്കുമെന്ന് കരുതിയ നോറ പോലും സായിയുടെ തന്ത്രത്തിൽ ആവേശം കൊണ്ട് സംസാരിക്കുകയും ചെയ്തു. ഒടുവിൽ ജിൻഡോ ഒഴികെ എല്ലാവരും പവർ ടീമിനെ പിന്തുണച്ചു. അവസാന നിമിഷം വരെ ജിൻഡോയും സംശയത്തിൽ തന്നെ ആയിരുന്നു. ഇങ്ങനെയാണ് സായി മൈൻഡ് ഗെയിം കളിക്കുന്നത്. എല്ലാവരെയും തകർക്കാനുള്ള തന്ത്രങ്ങൾ സായിയുടെ കയ്യിലുണ്ട്. സായി ഇപ്പോൾ ചെയ്യുന്നത് എതിരാളികളെ കൊണ്ട് ഗെയിം കളിപ്പിക്കുകയാണ്. സ്വയം വീണുടഞ്ഞ് ഓരോരുത്തരായി തകരുമ്പോൾ അവസാന ദിവസങ്ങളിൽ സായിയുടെ അസ്ത്രങ്ങൾ പുറത്തെടുക്കും. ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആളാണ് സായി. എവിടെ കളിക്കണമെന്ന് സായിക്ക് നന്നായി അറിയാം. സായിയുടെ കളികൾ നമുക്ക് കാത്തിരുന്ന് കാണാം.